إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് സമയം, അതേപോലെ ഒഴിവ് കാലം എന്ന് പറയുന്നത്. ഈ നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതും ഇഷ്ടപ്പെട്ടതും കൽപ്പിച്ചതുമായ മാർഗത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ നിഅമത്തിന് നന്ദിയുള്ളവരായി നമുക്ക് മാറാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം അതിനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു സെക്കൻഡ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസിന്റെ ഒരു കഷ്ണമാണ് വീണുപോകുന്നത്. ആ നിലയ്ക്ക് ഓരോ സെക്കൻഡുകളെയും മൂല്യവത്തായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും ഉപകാരപ്രദമായ മാർഗത്തിൽ ചെലവഴിക്കുവാനും ഉപകാരപ്പെടാത്ത കാര്യത്തിൽ ഒരു സെക്കൻഡ് പോലും ചെലവാക്കാതിരിക്കാനുമുള്ള ശ്രദ്ധ നമുക്കുണ്ടാവുകയും അങ്ങനെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന നന്ദിയുള്ള വിശ്വാസിയായി മാറാനും സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറു മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യരിൽ ഭൂരിഭാഗം പേരും മഖ്ബൂനാകുന്നു, വഞ്ചിക്കപ്പെട്ടവരാണ്. ഒന്ന് ആരോഗ്യം, രണ്ട് ഒഴിവ് സമയം. ഈ ഒഴിവ് സമയത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഖ്ബൂൻ എന്ന് പറഞ്ഞാൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് റബ്ബിനുള്ള കച്ചവടങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഇസ്ലാം വിലക്കിയത് കാണാൻ സാധിക്കും. മഖ്ബൂനായ ആള് എന്ന് പറഞ്ഞാൽ ഒരാളൊരു സാധനം അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടിയ നിലയിൽ ഒരാള് അറിയാതെ വാങ്ങുക. അതിന്റെ കൃത്യമായ വില അറിയില്ല. ഒരു പുതിയ സാധനം ഇനി അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനാണെങ്കിലും ഈ മോഡലിൽ എന്ത് വില ഉണ്ട് എന്ന് അയാൾക്കറിയില്ല. അപ്പൊ മാർക്കറ്റിൽ ചെന്ന് അല്ലെങ്കിൽ ഒരാളെ സമീപിച്ച് അയാൾ പറഞ്ഞ വിലക്ക് വാങ്ങി, ഇത് ശരിയായ വിലയായിരിക്കും എന്ന്. പക്ഷെ പിന്നെയാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് ഇത്രമാത്രം വില ഈ വസ്തുവിനില്ല, ഞാൻ കൊടുത്തത് അബദ്ധമായി പോയി. ഇയാൾ മഖ്ബൂനാണ്. ഉള്ളതിനപ്പുറം വില കൊടുത്ത് ഒരു വസ്തു വാങ്ങി സാമ്പത്തികമായ നഷ്ടം സംഭവിച്ചു, പറ്റിപ്പോയി. ഇതേപോലെ ഉയർന്ന മൂല്യമുള്ള ഒരു വസ്തു അതിന്റെ ശരിയായ വില മനസ്സിലാക്കാതെ കുറഞ്ഞ വിലക്ക് വിൽക്കുക. വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിന് വില കൂടിയിട്ടുണ്ട്, ഇത്രയും വലിയ വിലയുണ്ട്. അപ്പൊ എന്തായി, അയാൾക്ക് കിട്ടേണ്ട വില കിട്ടാതെ പോയി. ഇതിനാണ് നമ്മൾ സാധാരണ പെട്ടുപോകുക എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടുപോയ വഞ്ചിക്കപ്പെട്ട ആളുകളാണ് മനുഷ്യരിൽ ഭൂരിഭാഗം പേരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഏത് കാര്യത്തിൽ? കച്ചവടത്തിലല്ല. ഒന്ന് ആരോഗ്യം. അള്ളാഹു നൽകിയ ആരോഗ്യത്തെ അതിന്റെ മൂല്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കാത്ത ചെയ്യാത്ത ഒരുത്തൻ അവൻ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ്, പെട്ടുപോയവനാണ്. ഒഴിവ് സമയം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ നിയമത്താണ്. ആ സമയത്തിന് എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ഹലാലായ കാര്യത്തിൽ അല്ലെങ്കിൽ അനുവദനീയമായ ഉപകാരപ്രദമായ മാർഗത്തിൽ ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഈ വിലപ്പെട്ട വസ്തുവിനെ അവൻ നശിപ്പിക്കുകയാണ്. അവനും മഖ്ബൂനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഏതെങ്കിലും ആളുകളെ കുറിച്ചല്ല, കസീറു മിനൻ നാസ്, മനുഷ്യരിൽ ഏറെ പേരും അങ്ങനെയാണ്. വിശദീകരിക്കാതെ തന്നെ നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമയത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മളൊക്കെ മഖ്ബൂനുകളാണ്. അപ്പൊ ഒരു വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല. ഇബ്നുൽ ജൗസി റഹിമഹുല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, മനുഷ്യൻ ചിലപ്പോൾ ആരോഗ്യവാനാകും, പക്ഷെ അവന്റെ അടുക്കൽ സമയം ഉണ്ടാവില്ല. കാരണം എന്താ? ആരോഗ്യമുണ്ട്, ആരോഗ്യത്തിനനുസരിച്ച് അവൻ അധ്വാനിക്കുകയാണ്. ജോലിയുമായി ജീവിത വൃത്തികളുമായി ബന്ധപ്പെട്ട് അവൻ കെട്ടിമറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തിനാ? പൈസ ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ, ഭക്ഷണം കണ്ടെത്താൻ, വീട് നന്നാക്കാൻ, കുടുംബത്തെ പോറ്റാൻ. അത് വേണ്ടതല്ല, ആവശ്യത്തിന് വേണം. പക്ഷെ ഇവന്റെ ആരോഗ്യം മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ആരോഗ്യത്തിന്, ഇബാദത്തിന് വേണ്ടി ചെലവഴിക്കാൻ അവന് പറ്റുന്നില്ല. വേറെ ചില ആളുകൾ സമ്പത്തുണ്ടാകും, പക്ഷേ അയാൾക്ക് ആരോഗ്യം ഉണ്ടാവുകയില്ല. സമ്പത്തുണ്ടായി, അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, പൈസ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു.
ഒരുപാട് സോഴ്സുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ ആരോഗ്യവും ബുദ്ധിയുടെ ആരോഗ്യവും ഇസ്ലാമിനു വേണ്ടി പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് കഴിയുന്നില്ല. എന്നാൽ അള്ളാഹു ചില ആളുകൾക്ക് രണ്ടും നൽകി. ആരോഗ്യമുണ്ട്, സമയവുമുണ്ട്. ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ പലപ്പോഴും പലരും മടിയന്മാരായി മാറും. ആ മടിയും അലസതയും കൊണ്ട് സമയത്തെയോ ആരോഗ്യത്തെയോ ശരിയായി ഉപയോഗപ്പെടുത്താതെ അവൻ ജീവിതത്തെ പാഴാക്കി കളയുകയാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് വിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിലേക്ക് പോകുന്നു. ഈ ആളെക്കുറിച്ചാണ് മഗ്ബൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നുൽ ജൗസി പറഞ്ഞത് കാണാം. അതായത് ആരോഗ്യമുണ്ട്, സമയമുണ്ട്, രണ്ടും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ ഇവിടെ പറയണത് കേൾക്കട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ 5 കാര്യങ്ങളെ വേറെ 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് കാണാം. അത് നിന്റെ യുവത്വമാണ്. യുവത്വം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം. സാധാരണ നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും. യുവത്വം എന്ന് പറയുന്നത് ആരോഗ്യമുണ്ട്, വേറെ കല്യാണം കഴിച്ച് ഭാര്യ മക്കള് അങ്ങനെ കെട്ടിമറിയുന്ന ജോലി തിരക്കിന്റെ സമയങ്ങളല്ല. ആ യുവത്വത്തെ ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു യുവത്വം പോകുന്ന വാർദ്ധക്യത്തിന് സമയം വരാനുണ്ട്. അതിന്റെ മുമ്പേ ഈ യുവത്വകാലത്തെ യുവത്വ സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. അതുപോലെ നിന്റെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പത്തിന് ഉപയോഗപ്പെടുത്തണം. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ജോലി തിരക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തണം. കാര്യമായി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത എമ്പാടും ഒഴിവ് സമയങ്ങൾ ഉണ്ടാവും. ആ സമയങ്ങൾ വെറുതെ കളയാനുള്ളതല്ല. എന്നാൽ ജോലി തിരക്കുള്ള, ഓടിയാൽ തീരാത്ത, അധ്വാനിച്ചാൽ മതിയാകാത്ത, പരിശ്രമിച്ചാൽ ലക്ഷ്യത്തിലെത്താത്ത അങ്ങനെ ഒരുപാട് ഷൊയല്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ഷൊയല് എന്ന അറബി വാക്കാണ്. ഷുഗ്ല് ആണ് ഷൊയലായത്, ജോലി എന്നാണ് അർത്ഥം. ഈ ഷൊയല്, ഷുഗ്ല്, ജോലിയും അത്തരം കാര്യങ്ങളും വന്നെത്തുന്നതിന് മുമ്പ് ജോലിയില്ലാത്ത ഒഴിവുകാലത്തെ നീ ഉപയോഗപ്പെടുത്തണം. രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തിനെ ഉപയോഗപ്പെടുത്തണം. മരിക്കുന്നതിന് മുമ്പ് അതുവരെ അള്ളാഹു തന്ന ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണം. ഈ പറഞ്ഞതിൽ 3 കാര്യങ്ങളും സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ സമയത്തിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള യുവത്വ കാലഘട്ടമാണ്. പിന്നെ മരിക്കുന്നത് വരെ അള്ളാഹു നൽകിയ സമയമാണ്, ജീവിത സമയം. ആ ജീവിതം എന്ന് പറയുന്നത് സമയങ്ങളാണ്. സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷമായി, വർഷങ്ങൾ ജീവിതം ആയുസ്സായി മാറുന്നു. അതാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആ ജീവിതകാലത്തെ മരണം വന്നതിനും നീ ഉപയോഗപ്പെടുത്തണം. അപ്പൊ മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് എന്ന് പറയുന്ന, ഒരു പണിയില്ലാത്ത, ഒരു ഏർപ്പാടില്ലാത്ത ഒരു സമയം എന്നത് ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല എന്നതാണ്. അബൂബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹം പറഞ്ഞതായി ഇബ്നുൽ ജൗസി ഹിഫ്ളുൽ ഉംർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാം. ഒരു മനുഷ്യൻ ഒരു ദിർഹം വീണുപോയാൽ, ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉറുപ്പ്യാണ് കൂട്ടിക്കോ. അറബികളെ സംബന്ധിച്ച് ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉറുപ്പ്യ പോലെ 10, 22, 23 ഉറുപ്പ്യ ഇട്ടു ഒരു ദിർഹം ഉറുപ്പ്യയിലേക്ക് മാറ്റിയാൽ. അപ്പൊ ഒരു ദിർഹം ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു രൂപ ഒരുത്തന് വീണുപോയാൽ ആ ദിവസം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 10 ഉറുപ്പ്യ പോയി, ഒരു 100 ഉറുപ്പ്യ വീണുപോയി, എവിടെ പോയി കാണില്ല. ഈ സംസാരം അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്തൊരു നഷ്ടമായി പോയി എന്നൊക്കെ അയാൾ പറയും. ഇനി 1 10 ആക്കണ്ട, ഒരു 100 ഉറുപ്പ്യ പോയി ചോദിച്ചോളി. ഇതിങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും പറയും. പക്ഷെ അദ്ദേഹം പറയാൻ, അവൻ ഈ പോയ പൈസയെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ദിവസം അവൻ ചെലവാക്കിയിരിക്കുന്നു. എന്നാൽ 10 ഉറുപ്പ്യ പോയവൻ അതിനെക്കുറിച്ച് പരിതപിക്കുന്നു. എന്റെ ഒരു ദിവസം പോയല്ലോ, ഈ ദിവസത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നൊരുത്തൻ പറയുന്നില്ല. അപ്പൊ 10 ഉറുപ്പ്യനെ കുറിച്ച് പരിതാപമുണ്ടാവും. എന്നാൽ വിലപ്പെട്ട സമയം പോയതിനെ കുറിച്ച് ഒരു കുറ്റബോധമോ ഒരു ചിന്തയോ അവനുണ്ടാകുന്നില്ല. ഇത് സമയത്തെ യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളാകുന്നു. സമയം എന്നതിന്റെ മൂല്യം നമുക്ക് മനസ്സിലാകുന്നത് വളരെയധികം സമയം ആവശ്യമുള്ള ജോലി തിരക്കുകൾ നമുക്ക് വന്നെത്തുമ്പോഴാണ്. ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നു. വെറുതെ ഇരിക്കാൻ സമയമല്ല, ജോലി എടുക്കണം, എങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ, കുടുംബം പോറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സമയം ആവശ്യമായി വരുന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച്, നഷ്ടപ്പെടുത്തിയ സമയങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഖേദിക്കും. അത് മരണസമയത്തുണ്ടാകും, ഖബറിലുണ്ടാകും, പരലോകത്തുണ്ടാവും. കാരണം അവിടെയൊക്കെ സമയത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോഴാണ് അവന് ബോധം വരുന്നത്. ഈ ബോധം വരുന്ന സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ രണ്ടാമതൊരു ചാൻസ് അവനുണ്ടാവില്ല. പരലോകത്തെത്തി തന്നെ അള്ളാഹു
അള്ളാഹുവിനോട് മഹ്ശറിൽ വെച്ചും നരകത്തിൽ വെച്ചും അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന പലതരത്തിലുള്ള വാചകങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും. ഒരു തിരിച്ചുപോക്ക്, കുറേയൊന്നും വേണ്ട, ഒരൊറ്റ മടങ്ങാനുള്ള ചാൻസ് ദുനിയാവിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് അള്ളാഹുവിനെ തരികയാണെങ്കിൽ നേരത്തെ ഞങ്ങൾ ചെയ്യാത്ത പലതും ഞങ്ങൾ ചെയ്യാം, വിട്ടേച്ചു പോകുന്നൊക്കെ ചെയ്ത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വരാം, ഒരൊറ്റ ചാൻസ് തരുമോ? ഇല്ല, തരൂല. അത് കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് നിശ്ചയിച്ച ഭൂമിയിലെ ആയുസ് കഴിഞ്ഞുപോയി, തിരിച്ചു പോവുക എന്നുള്ളത് ഏർപ്പാട് തന്നെയല്ല എന്നായിരിക്കും അള്ളാഹുവിന്റെ മറുപടി. അപ്പൊ അവിടെ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? വിലപിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹുവിനോട് കേണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമയം തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. കാരണം എന്താ? അവൻ പാഴാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തൻഖലിബു നിഅമത്തുൽ ഫറാഗി നിഖ്മത്തൻ അലാ സാഹിബിഹ. ഒഴിവ് എന്ന് പറയുന്ന ആരോഗ്യം അതിന്റെ ആളുകൾക്ക് ചിലപ്പോൾ ആ നിഅമത്ത് ശിക്ഷയായി മാറും. കാരണം എന്താ? ഒഴിവ് എന്ന് പറയുന്ന ആരോഗ്യത്തെ അവൻ ഉപയോഗപ്പെടുത്താതെ പാഴാക്കി കളഞ്ഞാൽ ദുനിയാവ് തന്നെ അവന് ശിക്ഷയാവും. സമയം തികയാത്ത ഒരു കാലം അവന് വരും. കാരണം നേരത്തെ അവൻ ഒഴിവാക്കി, അതിന് പകരം അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നതാണ്. ഇനി ദുനിയാവ് മുഴുവൻ അങ്ങനെ പോയി വിചാരിക്കുക എങ്കിൽ ആ ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്താത്തതിനുള്ള നിഖ്മ, നിഅമത്ത് എന്ന അനുഗ്രഹം എന്നാണ്. നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരക്ഷരേ മാറത്തുള്ളൂ. നിഖ്മ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ്. ആ ശിക്ഷ പരലോകത്ത് ഈ സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അവനുണ്ടായിത്തീരും. ഇവിടെ യുവത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ഒന്നാമതായി പറഞ്ഞു, നിന്റെ വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ് യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് യുവത്വത്തെക്കുറിച്ച് ഈ കാര്യം സൂചിപ്പിച്ചത്? യുവത്വ സമയത്ത് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് അവന് ഏറ്റവും ഫലപ്രദമായും ഏറ്റവും ഊർജം ചെലവഴിച്ചുകൊണ്ടും ഏറ്റവും നല്ല അധ്വാനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും ഉപയോഗിക്കാവുന്ന ഒരു സമയമാണ് യുവത്വം എന്നത്. അതുകൊണ്ടാണ് യുവത്വത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യമായി എണ്ണി പറഞ്ഞത്. മാത്രവുമല്ല, യുവത്വം ആരോഗ്യമുള്ളതാണ്. ആ ആരോഗ്യമുള്ളപ്പോൾ പലപ്പോഴും കാര്യമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താത്ത എമ്പാടും സമയങ്ങളും കിട്ടും. അവിടെ ആരോഗ്യവും അവന്റെ ഒഴിവ് സമയവും കൂടിച്ചേരുമ്പോൾ ആ സമയത്തെ, ആരോഗ്യത്തെ അവൻ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ മനുഷ്യരിൽ ഏറ്റവും വലിയ പാപിയും ഏറ്റവും അപകടകാരിയുമായി മാറുന്നത് ഈ യുവാക്കളാണ്. കാരണം എന്താ? അധ്വാനിക്കേണ്ട കാര്യമല്ല, പണിയെടുക്കേണ്ട കാര്യമല്ല, ജോലിക്ക് പോകേണ്ട കാര്യമല്ല, തിന്നാൻ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാപ്പന്റെ സ്വത്തുണ്ട്, അല്ലെങ്കിൽ ഉമ്മാന്റെ സ്വത്തുണ്ട്. ഇനി ഉമ്മക്കില്ലെങ്കിലും വാപ്പന്റേത് ഊറ്റി ഉമ്മ തരും, വാപ്പ അറിയാതെ. അങ്ങനൊക്കെ പല നിലക്കും പൈസ കിട്ടാനുണ്ട്. അപ്പൊ പണത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതില്ല, വയറിന്റെ വിശപ്പ് മാറ്റാനും അധ്വാനിക്കേണ്ടതില്ല. പിന്നെ ഓനെന്താ പണി? അവന്റെ ആരോഗ്യം വെറുതെ കിടക്കാൻ, അവന്റെ സമയവും വെറുതെ കിടക്കാൻ. അതുകൊണ്ട് തന്നെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നു, അങ്ങനെ തമ്മാടിത്തങ്ങളിലേക്ക് പോകുന്നു. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട യുവാക്കളിൽ പലരും അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്ന വിപരീതാവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ യുവാവിന്റെ സമയവും ആരോഗ്യവും ശരിയായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഏറ്റവും അപകടകരമാണ് എന്നതുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും പ്രായമെത്തിയവരാണെങ്കിലും ആർക്കും ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടാകരുത്. അത് വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ നഷ്ടമാണ്. അവർക്ക് പരലോകത്ത് അതിലേറെ നഷ്ടമാണ് എന്നതുകൊണ്ട് സ്നേഹമുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ പ്രയാസമുണ്ടാകുന്നതിൽ വിഷമിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖുർആൻ വിശേഷിപ്പിച്ച ആ പ്രവാചകൻ ഇങ്ങനെ ഒരു സങ്കടപ്പാട് വരാതിരിക്കാനാണ് സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചും മനുഷ്യരോട് പൊതുവെയും ഇത്തരം നിഅമത്തുകളെ കുറിച്ച് ഉണർത്തുകയും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോ സ്കൂളുകൾ കോളേജുകളൊക്കെ അടച്ച വേനൽ അവധിക്കാലമാണ്. ഈ കാലത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികൾ മദ്രസയിൽ പോകുന്നവരാണെങ്കിലും സ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ കോളേജിലോ അതിന്റെ മേലെ PG തലങ്ങളിലോ ഇനി ഗവേഷണ പഠനം നടത്തുന്നവരോ ആരാണെങ്കിലും ശരി, അത്തരത്തിലുള്ള ആളുകൾ ഒക്കെ ഈ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പഠനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് കൃത്യമായി പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, ഒഴിവുണ്ടാവില്ല, എല്ലാം ശരിയായ രീതിയിൽ പഠിക്കാൻ. അപ്പൊ ഈ ഒഴിവുകാലം നേരത്തെ പഠിക്കേണ്ടിയിരുന്ന പാഠങ്ങൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ വായനയ്ക്ക് വേണ്ടി സമയം ഉപയോഗപ്പെടുത്താം. സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനില്ല, മദ്രസയിലുണ്ടാവും, മദ്രസ പരീക്ഷ കഴിഞ്ഞാൽ മദ്രസയിലും വെക്കേഷൻ ഉണ്ട്. അപ്പോ ആ സന്ദർഭങ്ങൾ പരന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായ വായനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. എന്താണ് വായിക്കേണ്ടത്? വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വായിക്കാൻ പറ്റിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം വായന എന്നുണ്ട്, വായിക്കപ്പെടുന്നത് എന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആന് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അർത്ഥം ശേഖരിച്ചു വെച്ചത് എന്നാണ്. എന്താണ്? മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അടങ്ങിയ കാര്യങ്ങളെ കൂടി ശേഖരിച്ചത്. മുസ്ലിം
മുസ്ലിം ഉമ്മത്തിന് ആവശ്യമായി വരുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകളെല്ലാം ശേഖരിച്ച ഗ്രന്ഥം ഖറഅ എന്ന വാക്കിന് വായിച്ചുവെന്നും ശേഖരിച്ചുവെന്നും അർത്ഥമുണ്ട്. ആ രണ്ടർത്ഥപ്രകാരവും പണ്ഡിതന്മാർ ഖുർആൻ അർത്ഥം നൽകിയത് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ ഖൈറുകളും ഒരുമിച്ച് കൂട്ടിയ ഏറെ വായിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്ക് ഏറ്റവും അധികം വായിക്കാൻ നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഖുർആനാണ്. റമദാൻ കഴിഞ്ഞപ്പോ കുട്ടികളെ കുറിച്ച് മാത്രമാണെന്ന് പറയുന്നത് വിചാരിക്കണ്ട. റമദാൻ കഴിഞ്ഞു, റമദാനിൽ ഖുർആൻ ഓതിയ ആളുകൾ റമദാൻ കഴിഞ്ഞപ്പോ പൂട്ടിവെച്ചു, ഒരക്ഷരം പോലും ഒരായത്ത് പോലും ഒരു ദിവസം ഓതുന്നില്ല. പക്ഷെ എമ്പാടും സമയം നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിലുണ്ട്. എങ്കിൽ ഒരല്പസമയം ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ നിന്ന് കുറച്ച് ഏറ്റവും വായിക്കേണ്ടുന്ന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ വായിക്കാൻ, ഓതാൻ, പഠിക്കാൻ, തഫ്സീർ വായിക്കാൻ, അതുമായുള്ള ക്ലാസുകൾ കേൾക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന രസകരമായ സംസാരം, സാഹിത്യ സമ്പൂർണമായ സംസാരം, ജവാമിഉൽ കലിം, എല്ലാ തരത്തിലുള്ള ആശയങ്ങളെയും സംസാരങ്ങളെയും ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരമാണ്. അതാണ് ഹദീസ്, അതാണ് നബിന്റെ സുന്നത്ത്. ആ സുന്നത്ത് പഠിക്കുക, അതാണ് പിന്നെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് രണ്ടും പഠിക്കുമ്പോഴാണ് ദുനിയാവിൽ നമുക്ക് ശരിയായ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നത്, ശരിയായ സമയം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ഫലം പരലോകത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇനി ഖുർആനും ഹദീസും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഫിഖ്, അതുപോലെ തന്നെ വിശ്വാസകാര്യങ്ങൾ, സ്വഭാവകാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി അതിന്റെ ശാഖകളായ പല വിജ്ഞാന ശാഖകളും ഉണ്ടാവും. ഇതൊക്കെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം, സഹാബത്തിന്റെ ചരിത്രം, ഇങ്ങനെ എമ്പാടും വായിച്ചാൽ തീരാത്ത ഗ്രന്ഥങ്ങൾ അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഇനി ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ സൈറ്റിൽ പോയാൽ അതറിയാത്തവന് സൈറ്റിൽ തന്നെ പരിഭാഷപ്പെടുത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ അവനവന് ഇഷ്ടപ്പെടുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ, എമ്പാടും സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക എന്നതായിരിക്കണം എപ്പോഴും കുട്ടികളായാലും അല്ലാത്തവരായാലും ഒഴിവ് സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. മതപരമായ ഈ വായന, അതുപോലെ തന്നെ പഠനങ്ങൾ. ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും, നീ ജീവിതത്തിന്റെ ആനന്ദം അല്ലെങ്കിൽ അതിന്റെ മധുരം നിനക്ക് അനുഭവിച്ചവരാകാൻ സാധിക്കുകയില്ല ഏതുവരെ നീ നിന്റെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ കിതാബാകുന്നതുവരെ. ഖുർആനും ഹദീസും അത് നമ്മുടെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ലദ്ദത്തുൽ ഐഷ്, ജീവിതത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. കാരണം ഇസ്സത്തുണ്ടാകുന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമാണ്, ഇസ്ലാം ദീൻ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കാൾ ഇസ്സത്ത് നൽകുന്ന ഒരു സംഗതിയുമില്ല. കാരണം അതാണ് വിജ്ഞാനമെന്ന് പറയുന്നത്, അത് ഖുർആൻ സുന്നത്ത് കിട്ടുക. അതുകൊണ്ട് ഖുർആൻ അല്ലാത്ത ഒരു കൂട്ടുകാരനെ, മതപരമായ ഇൽമല്ലാത്ത ഒരു കൂട്ടുകാരനെ നീ വേറെ തേടേണ്ടതില്ല. കാരണം എന്താ, കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇണക്കം ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു കൂട്ടുകാരനും ഇല്ലാത്ത, സുഹൃത്തില്ലാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ എത്തിപ്പെട്ടു. നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് അവിടെ സുഹൃത്തുക്കളൊന്നുമില്ല. അവിടെയും നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ ഇൽമ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി കൂട്ടുകാരൻ മോശപ്പെട്ടവനാണ്, അവൻ നമ്മെ പഴപ്പിക്കാൻ വരുന്നു, അപ്പൊ യഥാർത്ഥ കൂട്ടുകാരനായി ഇസ്ലാമിക വിജ്ഞാനമാകുന്ന ഇൽമ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി ഒരുത്തൻ ജയിലിലോ മറ്റെവിടെങ്കിലും അനുഭവപ്പെട്ടു, ഒറ്റക്കൻ ആയി എന്ന് വിചാരിക്കാം, അവിടെയും കൂട്ടുകാരനായി പഠിച്ച ഇൽമ് അവനുണ്ടാകും. ഖബറിൽ ചോദ്യമുണ്ട്, ആരുമില്ല കൂട്ടത്തിൽ, വെളിച്ചല്ല, ഇരുട്ടാൻ, എവിടുന്ന് ആരും പറഞ്ഞുതരാനില്ല, ചോദിച്ചാൽ കിട്ടാനില്ല, അവിടെയും കൂട്ടുകാരനായി ദുനിയാവിൽ പഠിച്ച ഇസ്ലാമിക വിജ്ഞാനം കൂട്ടുകാരനായി വരും. അപ്പൊ എപ്പോഴും നമുക്ക് ഇണക്കം നൽകുന്ന കൂട്ടുകാരൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക എന്നതാണ്. അതേപോലെ ഈ വെക്കേഷൻ കാലത്ത് ഒരുപാട് മതപഠന വിജ്ഞാന വേദികൾ, മജ്ലിസുൽ ഇൽമുകൾ, ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, ചരിത്ര പഠനങ്ങൾ, ഇങ്ങനെയുള്ള പല ഹൽഖകളും പല സദസ്സുകളും ഉണ്ടാകും. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ കാണാം, വേനൽക്കാലത്ത് പ്രത്യേകിച്ച് പള്ളികളിൽ രാവിലെ സമയത്ത്, വൈകുന്നേര സമയത്ത്, നമസ്കാരങ്ങൾക്ക് ശേഷമായൊക്കെ പള്ളിയിൽ പ്രത്യേകം ക്ലാസുകൾ നടക്കും. ഒഴിവ് ദിവസങ്ങളുണ്ടാവും, ഒഴിവ് കാലത്തുണ്ടാവും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. എന്നാൽ പള്ളികൾ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. വെറുതെ നടക്കുന്ന കുട്ടികളെ സുബഹ് നമസ്കരിച്ച് പള്ളിയിലിരുത്തുക, മദ്രസല്ലെങ്കിൽ മദ്രസയിൽ പോകും. അത് കഴിഞ്ഞ് പിന്നെയും ഒഴിവാണ്. അപ്പോൾ ളുഹറിന് മുമ്പോ ളുഹറിന് ശേഷമോ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളോ കുട്ടികളെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മസ്ജിദുകളിൽ ഉണ്ടാകുന്ന ഖുർആൻ പഠിച്ച
ഓത്തുകാരോ അല്ലെങ്കിൽ ഹാഫിദുകളോ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നന്നായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കാനുള്ള സമയങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെന്ന് പറയുന്നത് ശരിക്കും മഖ്റജ് അനുസരിച്ച് ഖുർആൻ ഓതുന്നവരോ പഠിപ്പിക്കാൻ കഴിയുന്നവരോ ആയ അധ്യാപകർ കുറവാണ്. ഈ അധ്യാപകൻ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് മദ്രസയിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നത്. ശരിയായ രീതിയിലുള്ള ഖുർആൻ പാരായണം മിക്ക മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. കാരണം പഠിപ്പിക്കുന്നവർ അറിയില്ല. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ സവിശേഷതയാണ്. ഇപ്പൊ കുറെ ഹിഫ്ള് പഠിച്ച ആളുകൾ വരുന്നുണ്ട്, പക്ഷേ അവരാരും മദ്രസയിൽ അധ്യാപകരായി വരുന്നത് വളരെ കുറവാണ്. ഇനി ഒരു മദ്രസയിൽ ഉണ്ടെങ്കിൽ തന്നെ എത്ര ആളുണ്ടാവും, പക്ഷെ എത്ര ക്ലാസ്സിൽ ഖുർആൻ എടുക്കാനുണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഖുർആൻ പഠിച്ച ഇമാമുമാരെ ഉപയോഗപ്പെടുത്തി അവരെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക. ഇനി നാട്ടിൽ ഇമാമ് വെറുതെയൊക്കെയാണ് പള്ളിയിൽ. മദ്രസയെ പഠിപ്പിക്കുന്നത് ശരിയായി ഓതാൻ പഠിക്കാത്ത അധ്യാപകരാണ്. എന്നാൽ ഈ ഇമാമിന് വെറുതെക്കുന്ന സമയത്ത് മദ്രസയിൽ അധ്യാപകൻ കൂടിയാക്കി അയാൾക്ക് ലേശം ശമ്പളവും കൊടുത്താൽ അയാൾക്ക് ദുനിയാവിലെ ഉപകാരമായി. ഖുർആൻ പഠിപ്പിക്കില്ലേ തജ്വീദ് അനുസരിച്ച് നിയമം അനുസരിച്ച് നമ്മളെ മക്കൾക്ക് ഖുർആൻ പഠിക്കും. പക്ഷേ ഈ വരുന്ന അധ്യാപകരെ മദ്രസയിൽ ഖുർആൻ പഠിപ്പിക്കാനാക്കൂല. എന്തുകൊണ്ടാണെന്നറിയില്ല, എവിടെയും ആക്കുന്നത് കാണാറില്ല. ഏതെങ്കിലും അപൂർവ സ്ഥലത്തുണ്ടോ അറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ രീതിയിൽ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ അള്ളാഹു അവന്റെ ഒരാൾക്ക് ഒരു അടിമക്ക് ഒരു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന ഖൈർ എന്താണ്? യുഫഖിഹു ഫിദ്ദീൻ. സമ്പത്ത് കൊടുക്കുന്നല്ല പറഞ്ഞത്, സമ്പത്ത് ഖൈറാണ്. പക്ഷെ അള്ളാഹു ഒരാൾക്ക് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, മതത്തിൽ അവനെ ഫഖീഹാക്കും. ഫഖീഹാക്കുന്ന വലിയ പണ്ഡിതനാക്കി മാറ്റുന്നല്ല, അതാവും. എല്ലാവരും അങ്ങനെ ആവൂല. എന്നാൽ അവനവന്റെ ദീനും കാര്യങ്ങളും ചെയ്യാനുള്ള വിശ്വസിക്കാനുള്ള അറിവ്, ആ ഫിഖ്ഹ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ദീനിൽപ്പെട്ടതാണ്, ഇന്ന് ദീനിൽപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പഠിക്കുക. അതാണ് അള്ളാഹു ഒരാൾക്ക് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്തു കൊടുക്കുന്ന നിയമത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ഒരാൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടുന്നതിനേക്കാൾ അയാൾക്ക് അത്യാവശ്യമുള്ള സംഗതി ദീൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? വെള്ളവും ഭക്ഷണവും അത് അയാളുടെ ശരീരത്തിന്റെ ആവശ്യമാണ്. ശരീരത്തെക്കാൾ നന്നാക്കി സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പരിപാലിക്കേണ്ടത് അവന്റെ മനസ്സാണ്. ആ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ ശരീരവും കടയിൽ പോകും. അപ്പൊ ശരീരത്തെ കൂടി നന്നാക്കാൻ പറ്റുന്ന സാധനമാണെന്ത്? ഇൽമ് എന്ന് പറയുന്നത്. കാരണം അത് മനസ്സിനുള്ള ഭക്ഷണമാണ്, മറ്റത് പള്ളക്കുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണത്തെക്കാൾ വലുത് മനസ്സിന്റെ ഭക്ഷണമായ ഇൽമ് നേടലാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളും കാര്യങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അപ്പോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇനി ഇതിനേക്കാൾ വിശാലമായി നാട്ടിൽ നടക്കുന്നതിനേക്കാൾ കൂടുതലായി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ദീനി വിജ്ഞാനങ്ങൾ നൽകാനുള്ള വേദികളുണ്ടെങ്കിൽ അത് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഉള്ളിടത്ത് മക്കളെ പറഞ്ഞയക്കണം. കുറച്ച് ദിവസം ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഭക്ഷണത്തിനും കാര്യത്തിനും വെറുതെ കിട്ടില്ലല്ലോ. ഭക്ഷണം വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പൈസ പോയി കൊടുത്താൽ മതി. അപ്പൊ ഭക്ഷണം താമസക്കൂലി തരും. അപ്പൊ അവിടെ പോയി ദീനിയായ പഠനങ്ങൾ, മതപരമായ വിജ്ഞാനങ്ങൾ, കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ ഈ സന്ദർഭങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി ഇതിനൊന്നിനും പോകാൻ കഴിവില്ലാത്തൊരുത്തൻ വീട്ടിൽ ഫോണും നെറ്റുണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുക്കല്ല. നല്ല ഓത്ത്, ലോകത്തുള്ള അറിയപ്പെടുന്ന നൂറുകണക്കിന് ഖാരിഈങ്ങളുടെ സുന്ദരമായ ഓത്തുകൾ നമ്മുടെ ഫോണിൽ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. സാധാരണ കേൾക്കുന്ന നെറ്റിന്റെ പൈസന്റെ മുടക്കന്നെ ഉള്ളൂ. ക്ലാസുകൾ കേൾക്കാം. മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ള ക്ലാസുകൾ കേൾക്കാം. അപ്പൊ പോകാൻ ഒഴിവില്ലാത്തവൻ വീട്ടിലിരുന്ന് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തവൻ ക്യാമ്പ് പോയിട്ട് അവിടെ ക്യാമ്പിന് ഭക്ഷണത്തിന് പൈസ കൊടുക്കാനില്ലാത്തവൻ എന്റെ വീട്ടിലത്തെ പൈസനെ പോരാ, അവിടെ പോകുമ്പോ അതിനേക്കാൾ ഫീസ് വേണ്ടി വരും, പോണ്ട, ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, വീട്ടിൽ നിന്ന് പഠിക്കാം. അപ്പൊ ആർക്കും ഒഴിവാകാനുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ ഇല്ല എന്നതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിനേക്കാൾ ഒന്നുകൂടി വിശാലമായി നാം പരിശോധിച്ചാൽ നമ്മുടെ സമയങ്ങൾ ഫർളായ കാര്യങ്ങൾ ഏതായാലും അനുഷ്ഠിക്കുക, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശീലം പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികളിൽ നേരത്തെ പള്ളി പറഞ്ഞയച്ചിട്ട് സുന്നത്ത് സ്കരിപ്പിക്കാം. അല്ലെങ്കിൽ സുന്നത്ത് സ്കരിക്കാൻ ഏറ്റവും നല്ലത്, നമസ്കാരത്തിന് ഏറ്റവും നല്ലത് വീടാണെന്നാണ് നബി പഠിപ്പിച്ചത്. നമസ്കരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം വീടാണ്. ഫർളിനൊഴിച്ച്, ഫർളിന് നല്ലത് പള്ളിയാണ്, സുന്നത്ത് സ്കാരത്തിന് പറ്റത് വീടാണ്. അപ്പോ ഓരോ ഫർളിനും ശേഷവും മുമ്പും ഒക്കെ ഉണ്ടാകുന്ന സുന്നത്ത് സ്കാരങ്ങൾ വീട്ടിൽ വെച്ച് മക്കളോട് കൊണ്ട് ചെയ്യിപ്പിക്കുക. നിസ്കരിപ്പിച്ചിട്ട് പറയാ മോനെ പള്ളി പോയിക്കോ. ഇനി നിസ്കരിച്ചു പോന്നാൽ പള്ളിയെടുത്ത് ദൂരെയാണെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാം. എന്നിട്ട് പള്ളിയിൽ എന്നിട്ട് നിസ്കരിക്കാമെന്ന് മകനോട് ഉപദേശിക്കുക. നിസ്കരിച്ചോ എന്ന് വന്നിട്ട് ചോദിക്കുക. തിരിച്ചുപോയി വീട്ടിൽ നിസ്കരിക്കാം, അല്ലെ പള്ളി നിസ്കരിക്കും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീടാണ് നല്ലത്. അങ്ങനെ
ഓരോ കാര്യങ്ങളും ശീലിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി ഈ വേനൽ അവധിക്കാലത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ഫർദ് സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രമല്ല, അതല്ലാത്തതും ഒഴിവ് സമയത്ത് അങ്ങാടിയിലും ബസ് സ്റ്റോപ്പിലും വെയിറ്റിംഗ് ഷെഡിലും ഗ്രൗണ്ടുകളിലും ആളൊഴിഞ്ഞ സ്ഥലത്തും പീടികയുടെ പിന്നാമ്പുറങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനേക്കാൾ മക്കൾക്ക് പറഞ്ഞെടുക്കുക, ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം അങ്ങാടിയല്ല, അത് വീടാണ്. അള്ളാഹുവിന്റെ പള്ളിയാണ്, അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ വീട് തന്നെ പള്ളിയാണ്. പള്ളിയാണ് ഭൂമിയിലെ ഏറ്റവും ഹൈറായ സ്ഥലം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ കുട്ടികളെ നേരത്തെ ഒരുക്കിയേക്കുക. പള്ളിയിൽ പോയി ഇരുന്നാൽ വെറുതെ നഷ്ടാവൂല. പള്ളിയിൽ വന്ന് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. പള്ളിയിലെത്തി വീട്ടിൽ നൊന്നുണ്ടാക്കി പോന്നു, പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കാരം സ്കരിച്ചു, പിന്നെയും 10-15 മിനിറ്റ് ജമാഅത്ത് നടക്കാനുണ്ട് എങ്കിൽ അവിടെ വെറുതെ കുത്തിരിക്കണ്ട. ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, പ്രാർത്ഥന ചെല്ലാം, പ്രാർത്ഥിക്കാം. അതൊക്കെ ചെയ്തിട്ട് ശീലിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? ഇനിയും 15 മിനിറ്റ് ഉണ്ട്, എന്റെ സമയം പാഴാകുന്നില്ല, ഞാൻ നമസ്കാരം കാത്തിരിക്കുകയാണ്. നമസ്കാരം കാത്ത് പള്ളിയിലിരുന്നാൽ അത് നമസ്കരിക്കുന്നവനെ പോലെയാണ് എന്ന് വിശ്വലാചന പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൽ കിട്ടുന്ന കൂലി നമസ്കാരം കാത്ത് പള്ളിയിലിരുന്നാൽ കിട്ടും. അതിന് പുറമെ പ്രാർത്ഥിക്കേണ്ട കൂലി വേറെ കിട്ടും, ദിക്റിന്റെ കൂലി വേറെ കിട്ടും, ഓതിയന്റെ കൂലി വേറെ കിട്ടും. അപ്പോ അതിനൊക്കെ പുറമെ നമസ്കാരത്തിലാകുന്നു അവൻ എന്നാൽ. ഇനി നമസ്കാരം കഴിഞ്ഞു, ശേഷമുണ്ട് ദിക്ർ, ഈ ദിക്റിൽ ഇരിക്കാം. ഇനി അല്ലെങ്കിൽ മഗ്‌രിബിന് വന്നു, മഗ്‌രിബ് നിസ്കരിച്ചിട്ട് മോനോട് പറയാ അങ്ങാടി പോണ്ട, ചെറുപ്പക്കാരോട് പറയാ അങ്ങാടി പോണ്ട, വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വായിക്കാനൊന്നുമില്ലേ, പള്ളിയിലിരുന്ന് ഖുർആൻ ഓദിക്കോ, എന്നിട്ട് അല്ലെങ്കിൽ അവിടെ ദിക്റിലിരിക്കോ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ. അങ്ങനെ അടുത്ത ഇശാ കൂടി നിസ്കരിക്കാൻ 1 മണിക്കൂർ 1.25 മണിക്കൂർ പള്ളി കാത്തിരിക്കുന്നു. അവൻ നമസ്കാരത്തിലാണ്. ആ സമയം അത്രയും മലക്കുകളുടെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ, ഇയാൾക്ക് വേണ്ടി മലക്കിന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ കാത്തിരിക്കൽ, അതാണ് റിബാത്ത്. യോദ്ധാവ് രാജ്യത്തിന്റെ അതിർത്തിയിൽ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവിനോട് പോരാടാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന പട്ടാളക്കാരുടെ നൃത്തം, അതാണ് റിബാത്ത്. ആ നൃത്തമാകുന്നു പള്ളിയിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി സമയത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കളിക്കണമെന്നല്ല, കളി മാത്രമാകരുത്, വിനോദം മാത്രമാകരുത്. അതിലേക്ക് പോയാൽ നമ്മുടെ പിന്നാലെ ശൈത്താൻ കൂടും. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ആയുസിനെയും മനസ്സിനെയും ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ആ ചാൻസ് ആരാ ഉപയോഗപ്പെടുത്തുക? ശൈത്താനെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അനുസരണത്തിന് പകരം ധിക്കാരമുണ്ടാകും. അതുകൊണ്ട് അത്തരം ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക. എന്താണോ പഠിക്കാൻ പറ്റുന്നത് നല്ല കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങളിൽ എത്ര നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളുണ്ടോ ആ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സമർത്ഥമായി ഇഹ്സാനോടുകൂടി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിന് കൂട്ടുകാരനായി ആളെ ആവശ്യമുണ്ടോ എങ്കിൽ നല്ല വഫിയായ സ്വാലിഹായ സൽക്കർമ്മം ചെയ്യുന്ന നേരാവഴിക്ക് പോകുന്ന കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കുക. ചീത്ത കൂട്ടുകാരുടെ കൂടെ പോകരുത്. കുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്നത്, ഈ ആരുടെയെങ്കിലും കൂടെ പോകരുത്. കൂട്ടുകാരൻ ആരായിരിക്കണം? കൂട്ടുകാരൻ കണ്ണാടിയാൽ. നമ്മളെ നോക്കിയാൽ കണ്ണാടിയിൽ കാണും. അതുപോലെ നമ്മൾ ആരാകണം എന്നത് നമ്മുടെ സുഹൃത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെയുള്ള കണ്ണാടികൾ, നമ്മെ തെളിച്ചു കാണിക്കുന്ന കണ്ണാടികളായ സുഹൃത്തുക്കളുടെ കൂടെയാണ്, സ്വാലിഹ്യങ്ങളുടെ കൂടെയാണ്, അവരെയാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, എന്ത് വായിക്കുമ്പോഴും, എന്തിലേക്ക് തിരിയുമ്പോഴും ഏറ്റവും നല്ലതാണോ എന്ന് നോക്കണം. ഏറ്റവും നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനുള്ള പ്രാർത്ഥന നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹുവെ, എന്റെ സമയത്തെ ഏറ്റവും ഗുണകരമായ കാര്യത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. ഇനി മതം മാത്രം മതി, ഇബാദത്തായിട്ട് മാത്രം ജീവിച്ചാൽ മതി, അധ്വാനിക്കണ്ട എന്ന് വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിൽ നമുക്ക് കാണാം, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ താല്പര്യം കാണിക്കണം. ഉപകാരമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദീൻ പഠിക്കലും പ്രവർത്തിക്കലും പരലോകത്ത് ഉപകാരമുള്ളതാണ്, ദുനിയാവിൽ ഉപകാരമുള്ളതാണ്. വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുക, പണിയെടുക്കുക. വസ്ത്രം വേണം, പൈസ വേണം, രോഗമായാൽ ചികിത്സിക്കണം, താമസിക്കാൻ വീട് വേണം. ഇതൊക്കെ ദുനിയാവിൽ അത്യാവശ്യമായ വിഷയങ്ങളാണ്. അതെവിടുന്ന് വെറുതെ കിട്ടുമോ? ഇല്ല. അപ്പൊ നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യത്തോടുകൂടി ഇടപെടണം. പിന്നെയോ അതിൽ ദുനിയാവും പെട്ടു, ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ പെട്ടു. അതോടൊപ്പം അധ്വാനിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിനോട്, അള്ളാഹുവേ ഈ വിഷയത്തിൽ എനിക്ക് സഹായം ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് ഇസ്തിആനത്തും നടത്തണം. ഇത് രണ്ടുമില്ലാതെ വലാ തഅജസ്, നീ അശക്തനായി ഇരിക്കരുത്, കഴിവ് കെട്ടവനാകരുത്. അപ്പോ സമയത്തെ ഉപയോഗപ്പെടുത്തുക, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, സഹായം തോടുക. ഇതാണ് കഴിവ് എന്ന് പറയുന്നത്. ഇതില്ലാത്തവൻ കഴിവില്ലാത്തവനാണ്. അതുകൊണ്ട് മനുഷ്യ, നിനക്ക് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ട്, നീ ദുർബലനാകരുത് എന്നതാണ്. നീ മറ്റുള്ളവർക്ക് ഭാരമാകരുത്. മക്കൾ മാതാപിതാക്കൾക്ക്
മക്കൾക്ക് ഭാരമാകരുത്. അപ്പോ അധ്വാനിക്കാൻ മക്കളെ ശീലിപ്പിക്കണം. പ്രായപൂർത്തി എത്തിയാലും ബാലവേലനൊക്കെ പ്രായം കഴിഞ്ഞാൽ ഇനി അതും വേണ്ട, വീട്ടിൽ ചില കാര്യങ്ങൾ കൂലിപ്പണി എടുക്കുന്നതിനെ കുഴപ്പമുള്ളൂ. വീട്ടിലുള്ള കാര്യങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിനോട് സർക്കാർ പിടിക്കൂല. മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് കൂലിവേല ചെയ്യിപ്പിക്കുന്ന ബാലവേല എന്ന് പറയുന്നത്. എന്നാൽ വീട്ടിലുള്ള കാര്യങ്ങൾ, പെൺകുട്ടികളാണെങ്കിൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ, പാത്രം കഴുകാൻ, അടിച്ചുവാരാൻ, വസ്ത്രമലക്കാൻ, അതൊക്കെ മക്കളെ കൊണ്ട് പരിശീലിപ്പിക്കാം. ആൺകുട്ടികളാണെങ്കിലും വീട് പരിപാലിക്കാൻ, വീട് ക്രമീകരിക്കാൻ, വീട് ശുദ്ധീകരിക്കാൻ, അടുക്ക് ചിട്ടയും വരുത്താൻ, അതുപോലെ തന്നെ അവനവന്റെ പറമ്പിലുള്ള കൃഷിക്കാര്യങ്ങൾ, കച്ചവടത്തിലക്കാരാണെങ്കിൽ കച്ചവടത്തിൽ അവരെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ, ഇതൊക്കെ പറ്റും. അതൊക്കെ ദുനിയവിയായ കാര്യം. പക്ഷെ ഭാവിയിൽ അവരെ സമയം ഉപയോഗപ്പെടുത്താൻ പ്രാപ്തരാക്കലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു നിലക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടാവുകയില്ല. ഇന്നത്തെ ദിവസം ഒരു വെള്ളിയാഴ്ചയാണ്. ഈ ദിവസത്തിന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കലണ്ടറിൽ നോക്കിയാൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ പൊതു അവധിയാണ്. ദുഃഖവെള്ളി എന്ന് നമ്മുടെ കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാവും. ഇന്നലെ പെസഹ വ്യാഴം, ഇന്ന് ദുഃഖവെള്ളി. വേറെ ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളിയല്ല, അൽ ജുമാഅത്തുൽ ഹസീനയല്ല, ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളി. അതുപോലെ തന്നെ മഹാവെള്ളിയാഴ്ച, അൽ ജുമാഅത്തു അൽ അദീമ, പിന്നെ ജുമാഅത്തു സ്വലബൂത്ത്, ക്രൂശിക്കപ്പെട്ട വെള്ളിയാഴ്ച, ഇങ്ങനെ ഒക്കെ പേരിൽ അറിയപ്പെടുന്നു. ഇതൊക്കെ ക്രിസ്ത്യാനികൾ ഈ പേരിട്ടത് എന്തിനാണ്? ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതന്മാരായ ആളുകൾ പിടികൂടി കുരിശിലേറ്റി ആ ദിവസമാണെന്ന്. അതാണ് ദുഃഖവെള്ളി എന്ന്. എന്നാൽ അവരിൽ തന്നെ വേറെ ചില ആൾക്കാർ നല്ല വെള്ളി എന്നാണ് പറയുന്നത്. ഈ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സർക്കാർ അവധിയാണ്, സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതുപോലെ തന്നെ നബിദിനത്തിന് ആളുകൾ ഘോഷയാത്ര, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഘോഷയാത്ര നടത്തുന്നത് പോലെ യേശുക്രിസ്തു മരിച്ച ദിവസം ഒരു കുരിശിന്റെ ചിഹ്നമുള്ള 2 വടിക്കഷ്ണം, അതിന്റെ മുകളിൽ മനുഷ്യക്കോലം കഴുത്തൊടിച്ച് രക്തം ഉറ്റി നിൽക്കുന്ന ഒരു രൂപമുണ്ടാക്കി ഇതും പിടിച്ച് ആണും പെണ്ണും അടങ്ങുന്ന 100 കണക്കിന് ക്രിസ്തു മതക്കാരായ ആളുകൾ റോട്ടിലൂടെ നടക്കുന്നു ഈ ദിവസത്തെ അനുസ്മരിക്കാൻ. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിച്ചു. ആര് ക്രൂശിച്ചു? ജൂതന്മാർ പറയുന്നത് ഞങ്ങൾ ഈസാ നബിയെ കൊന്നിട്ടുണ്ടെന്നാണ്. കാരണം ഈസാ നബിയെ ജൂതന്മാർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദുഃഖത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു പാതകം ചെയ്തതിന്റെ അഭിമാനമാണ് ജൂതന്മാർക്കുള്ളതെങ്കിൽ ക്രിസ്ത്യാനികൾ അതിനെ മറ്റൊരു നിലക്കാണ് ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ പുത്രനായി ഈസാ നബിയെ വാഴ്ത്തുകയും ആ പുത്രനായ ഈസ കുരിശിലേറിയത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയാൽ എന്ത് പാപം ചെയ്താലും ക്രിസ്ത്യാനി ആയാൽ മതി, എല്ലാ പാപവും യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നതാണ്. കാരണം ജനങ്ങൾക്കൊരു പ്രശ്നമില്ല, എല്ലാ മനുഷ്യന്മാരും തെറ്റ് യേശുക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എല്ലാവരും മോക്ഷക്കാരായി. അപ്പൊ മോക്ഷം യേശുവിൽ വിശ്വസിക്കുന്നത് കൂടെയാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. അവരുടെ ലഘുലേഖ വായിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഈസാ നബിക്ക് ഈസ എന്നോ മസീഹ് എന്നോ പറയുന്നതിന് പുറമെ അറബിയിൽ ഫാദി അൽ വറ എന്ന് കാണാം. ചില ക്രിസ്ത്യാനികളുടെ കവിതകളിലും അറബി കവിതകളും ഫാദിൽ വറ. വറ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ, ഫദ എന്ന് പറഞ്ഞാൽ ഫിദിയ കൊടുക്കാൻ, മോചിപ്പിക്കുക, സൃഷ്ടികളുടെ വിമോചകൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറബിയിൽ പറയുന്നത്. മലയാളത്തിൽ അത് പറയാറുണ്ട്. എല്ലാ മനുഷ്യന്മാരെയും പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മനുഷ്യൻ, അതാണ് ഈസ ഫാദിൽ വറ. അതിനാണ് യേശുക്രിസ്തു കുരിശിലേറിയത് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അപ്പൊ 2 കൂട്ടർക്കും 2 തരം. ഒരു കൂട്ടർ അതിൽ അഹങ്കരിക്കുന്നു, കൊന്നു എന്നതിൽ. മറ്റൊരു കൂട്ടരിൽ ഇത് രക്ഷയാണ് എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ആഘോഷമാണ് ഇന്ന് നടത്തുന്നത്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്? സൂറത്തുൻ നിസായിലെ 157-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ജൂതന്മാരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമേറ്റു. അവർ ശപിക്കപ്പെടാനുണ്ടായ പല കാരണങ്ങളിൽ ഒന്ന് ഈ ആയത്തിലും അതിന്റെ മുന്നത്തെ ആയത്തിലും പറയുന്നത്, ജൂതന്മാർ പറഞ്ഞു മറിയമിന്റെ പുത്രനും അള്ളാഹുവിന്റെ ദൂതനുമായ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് ജൂതന്മാർ പറഞ്ഞതുകൊണ്ട്. യഥാർത്ഥത്തിൽ ഈസാ നബിയെ കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. പക്ഷെ ജൂതന്മാർ പറയുന്നത് ഞങ്ങളാണ് കൊന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മസീഹ് എന്ന് പറഞ്ഞു, ഈസ എന്ന് പറഞ്ഞു നിർത്തിയില്ല. മറിയമിന്റെ മകൻ ഈസയാണ്. കാരണം എന്താ? അള്ളാന്റെ പുത്രനല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ ഈ മറിയമിൽ ജനിച്ച അള്ളാഹുവിന്റെ കുൻ, നീ ഉണ്ടാകൂ എന്ന കൽപ്പന പ്രകാരം മറിയം ഗർഭം ധരിച്ച് ജനിച്ച, പിതാവില്ലാതെ ജനിച്ചവനാണ്. പിന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തുള്ളവനല്ല, മറിയമിന്റെ പുത്രനാണ്. അതോടൊപ്പം റസൂലുള്ളയാണ്. റസൂൽ എന്ന പദവിയുണ്ട്, അതിനപ്പുറത്തേക്കില്ല. ഇതൊക്കെ കാണാം. ഒമാ ഖതലുഹു വമാ സലബു, അവർ കൊല്ലുകയോ ഈസാ നബിയെ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹു, കൊല്ലാൻ വേണ്ടി ഈസാ നബിയെ പിടിച്ചുകൊണ്ടുവന്ന ആളുകൾക്ക് പരസ്പരം സാദൃശ്യമാക്കപ്പെട്ടു. ഇവരുടെ മുഖം അള്ളാഹു മാറ്റിക്കളഞ്ഞു. അപ്പൊ വേറൊരുത്തനെ പിടിച്ചിട്ട് ഈസാ നബിയാണ് എന്ന് വിചാരിച്ചവർ കൊന്നു. ഈസാ നബി കൊല്ലപ്പെട്ടോ? ഇല്ല. ഈസാ നബിയെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തി എന്നാണ്. എന്നിട്ട് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു വമാ ഖതലൂഹു യഖീന. ജൂതന്മാർ പറയുന്നത് പോലെയോ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ കുരിശിലേറുകയോ ചെയ്തിട്ടില്ല. വമാ ഖതലൂഹു വമാ സ്വലബു. കൊല്ലുകയോ ക്രൂശിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് അവസാനം പറയുന്നു ഉറപ്പായും അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഖുർആൻ പരിഭാഷ ഉണ്ടാവും. സൂറത്തുൽ നിസായിലെ 157 ആയത്ത് പരിശോധിച്ചു നോക്കുക. അപ്പൊ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ്. ഇനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ജൂതന്മാരും ക്രൂശിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുമ്പോൾ അവരുടെ വേദഗ്രന്ഥം പരിശോധിച്ചാൽ മലയാളത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഈ ബൈബിള് വീട്ടിലൊക്കെ കൊണ്ടുപോയി തരും. വല്ല സ്കോഡ് വരുമ്പോ സൗജന്യമായി കൊടുക്കുന്നു. അറബിയും കിട്ടും. എന്റെ കയ്യിൽ അറബിയുണ്ട്, മലയാളവും. അതിൽ ലൂക്കോസ് എന്ന് പറയുന്ന ലോക്കയുടെ ഗ്രന്ഥത്തിൽ നാലാൾക്കാർ 4 കാലത്ത് എഴുതിണ്ടാക്കിയതാണല്ലോ ഈ ബൈബിൾ എന്ന് പറയുന്ന സാധനം. ഈസാ നബി പറഞ്ഞു എന്നതായി അതിൽ പറയുന്നത് മസീഹ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫലം യസ്തതിഉ അൻ യസ്ലിബു. ഈസാ നബിയെ ക്രൂശിക്കാൻ ജൂതന്മാർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ക്രൂശിച്ചിട്ടില്ല. ഇതേതാ പറയുന്നത്? ജൂതന്മാരുടെ കിതാബല്ല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ലൂക്കോസ് 4-ാം അധ്യായം 29-30 വചനങ്ങളിൽ പറയുന്നതാണ്. യോഹന്നാൻ പുസ്തകത്തിൽ കാണാം ഫറഫഉ ഹിജാറത്തൻ ലിയർജുമുഹു. ഈസാ നബിയെ എറിയാൻ വേണ്ടി അവർ കല്ലുപൊക്കി. പക്ഷേ അമ്മ യസൂ ഫഖ്തഫ. യസൂ എന്നാൽ യേശു മറഞ്ഞുപോയി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വിട്ടുകിടക്കുകയും അവർക്കിടയിലൂടെ നടന്നു പോവുകയും ചെയ്തു, ഇവർ കാണാതെ. അപ്പൊ ഈസാ നബിയെ ക്രൂശിക്കാൻ പറ്റിയിട്ടില്ല. കൊല്ലാൻ നോക്കിയപ്പോഴേക്കന്നെ ഈസാ നബി അവർക്കിടയിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ പുസ്തകത്തിൽ പറയണം. അവർ പല സ്ഥലത്തും പിടിച്ചു വെക്കാൻ വേണ്ടി അന്വേഷിച്ചു നോക്കി. പക്ഷേ അവർക്കിടയിലൂടെ ഈസ രക്ഷപ്പെട്ടു പോയി, ഇവർ കണ്ടില്ല. ഇത്തരം വാചകങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഈസാ നബിയുടെ ഒരു എല്ലിന് പോലും ഒരു പൊട്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ കാണാം. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈസാ നബി കൊല്ലപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട് വിമോചകനായി മാറിയെന്നോ രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 55-ാമത്തെ വചനം. അവിടെ അള്ളാഹു പറയുന്നു നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഏറ്റെടുക്കുകയും അള്ളാഹുവിലേക്ക് ഉയർത്തുകയും അവിശ്വാസികളായ ആളുകളിൽ നിന്ന് അള്ളാഹു ശുദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? അള്ളാഹു ഈസാ നബിയെ ഭൂമിയിൽ നിന്ന് മേൽപോട്ട് ഉയർത്തി. അതാണ് എന്നിലേക്ക് അള്ളാഹുവിലേക്ക് ഉയർത്തുകയും എന്നാൽ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. പൂർണ്ണമായി ഏറ്റെടുത്തു. പൂർണ്ണമായി ഏറ്റെടുക്കാൻ മരിപ്പിച്ചതല്ല, അള്ളാഹു ഇവിടുന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഈസാ നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല എന്നാകുന്നു ഖുർആൻ പറയുന്നത്. ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ലോകാവസാനത്തിന്റെ മുമ്പായി ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മാത്രമല്ല അവിടെ സൂറത്തുൻ നിസായിലെ 159-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അഹ്ലു കിതാബിൽപ്പെട്ട ഓരോ ആളുകളും മരിക്കുന്നതിന് മുമ്പ് ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ഒരു കാലം വരും. ഈ ഖുർആനായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത് കാണാം. ഈസാ നബി ഇറങ്ങി വന്നാൽ അക്കാലത്തുള്ള ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? ഈസാ നബിയിൽ വിശ്വസിക്കും. അപ്പൊ ഈസാ നബി ഇറങ്ങി വരുമെന്ന് ഖുർആനിൽ തന്നെ പറയുന്നു, ഹദീസിൽ പറയും. വന്നിട്ട് എവിടെയാണ് ഇറങ്ങുക? ദമസ്കസിലെ അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമുനാരത്തിന്റെ അടുക്കൽ ഇറങ്ങും എന്നൊക്കെ പറയുന്ന ഹദീസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുരിശ് തകർക്കും, ജിസിയ കൊടുക്കുന്നത് നിർത്തലാക്കും, ഈസാ നബി ഭൂമിയിൽ മരിക്കും, ഈസാ നബിയെ ഭൂമിയിൽ തന്നെ മറവ് ചെയ്യും. ഇതൊക്കെ ഒരുപാട് ഹദീസുകളിലായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല, മരിച്ചിട്ടുമില്ല. എന്നാൽ ലോകാവസാനത്തിന് മുമ്പ് ഈസാ നബി ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ പുതിയൊരു മതവുമായിട്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ദീനിൽ വിശ്വസിക്കുകയും അത് പിൻപറ്റിക്കൊണ്ട് ഈസാ നബി ജീവിക്കുകയും ചെയ്യും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ ചുരുക്കം. അപ്പൊ ഈ വസ്തുതകൾ ഇതെന്താണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇസ്ലാം എന്ത് പറയുന്നു എന്നത് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും